വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകും തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, പ്രശസ്ത ചലച്ചിത്ര താരം സുരേഷ് ഗോപി ബിജെപിയുടെ നിയമസഭാ സ്ഥാനാർത്ഥി എന്ന നാളത്തെ വാർത്തയുടെ രാഷ്ട്രീയ യുക്തി എന്താണ്? സുരേഷ് ഗോപി നമുക്കറിയാവുന്ന പോലെ മലയാളത്തിൽ ഒരുപാട് ആക്ഷൻ റോളുകളിൽ വിജയിച്ച ഒരു നടനാണ്. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഈ തീ പാറുന്ന ഡയലോഗുകളും ആകാശത്തു കൂടി പറന്നിട്ടുള്ള സംഘടന രംഗങ്ങളൊക്കെ നമ്മളെ കോരിത്തരിപ്പിച്ചാണ്. കമ്മീഷണർ, തലസ്ഥാനം, സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്നൊക്കെ പറഞ്ഞ സിനിമകളിൽ, ഏകലവ്യൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഡയലോഗ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെയുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയ നടനാണ്. ഒരുപക്ഷെ ജയന് ശേഷം ഇത്രയും അധികം ആക്ഷൻ റോളുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ ഉണ്ടാവില്ല. ബാക്കി മിക്കവാറും നമ്മുടെ നടന്മാരൊക്കെ കുടവയറന്മാരായതുകൊണ്ട് ആക്ഷൻ അഭിനയിക്കുന്നതിൽ പിന്നോക്കമാണ്. മോഹൻലാലിനൊന്നും അത് പറ്റുകയില്ല. മമ്മൂട്ടിയും ആ രീതിയിൽ അത്ര അധികം അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല. അതിന് പോലീസ് വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ പോലീസ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് അഭിനയിച്ച ഗർജിക്കുന്ന ഒരു നടനാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ കേരളത്തിലെ അങ്ങനെ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുതുമയാണ്. അങ്ങനെ അധികം പതിവില്ല. മുരളി മത്സരിച്ചിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ അടുത്ത് ഇപ്പോൾ ഇന്നസെൻ്റ് മത്സരിച്ച് ജയിച്ചു, അത് വേറൊരു രീതിയാണ്. ഗണേഷ് കുമാർ ആണെങ്കിലും രാഷ്ട്രീയക്കാരൻ ആയ ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന കെയർ ഓഫിലാണ്, അല്ലാണ്ട് സിനിമാ നടൻ എന്നുള്ള മേൽവിലാസത്തിലല്ല രാഷ്ട്രീയത്തിൽ വന്നു. ആ രീതിയിലുള്ള ആ രീതിയിൽ ഒരാൾ വന്നിട്ടില്ല. പണ്ട് പ്രേം നസീർ പാവം ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് 1987 തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെങ്ങവനാട് കുന്നുംപുറത്ത് അദ്ദേഹം ഒന്ന് പ്രസംഗിച്ച് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പ്രസംഗമൊക്കെ വളരെ നന്നായിരുന്നു, ഒരുപാട് ആൾ കൂടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവരാരും പ്രേം നസീറിന് വോട്ട് ചെയ്തില്ല. പ്രേം നസീറിനല്ല, കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. ഞങ്ങളുടെ മണ്ഡലത്തിൽ CPM ആണ് ജയിച്ചത്. അന്ന് പൊതുവെ CPM വലിയ വിജയമാണ് ഉണ്ടായത്. പക്ഷേ അധികം വൈകാതെ പ്രേം നസീർ കാലേവനിയേക്ക് പിന്നിൽ മറിഞ്ഞു. മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമായി. അത് രാഷ്ട്രീയത്തിൽ ഒട്ടും തന്നെ ശോഭിച്ചില്ല എന്നുവേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് കേരളത്തിലുള്ളത്. സുരേഷ് ഗോപി സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള മതിപ്പ്, അദ്ദേഹത്തിന് ജനങ്ങളിലുള്ള ഒരു സ്വീകാര്യത, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് BJPയോട് ചേർന്നുള്ള ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ. BJPയിൽ അദ്ദേഹം അംഗത്വം എടുത്തു. അദ്ദേഹം നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അത് BJPയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം ഇങ്ങനെ സ്ഥാനത്തോ അസ്ഥാനത്തോ ഒക്കെ പല പ്രസ്താവനകളും നടത്തി. മന്നം സമാധിയിൽ പോയി സുകുമാരൻ നായർ അദ്ദേഹത്തെ അവിടെ നിന്ന് ആക്ഷേപിച്ച് അവഹേളിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ കേട്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകോപിതരാവുകയും അദ്ദേഹത്തിന് അതിന് ഉപരോധം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ VM സുധീരൻ ഇടപെട്ടാണ് ആ യൂത്തമാരെ പിന്തിരിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഏതാണ്ട് ഒരു BJP കാരനായി മാറിയിരിക്കുന്നു. BJPയുടെ ഒരു സ്പോക്സ്മാൻ എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാക്കാൻ പോകുന്നു എന്നൊരു ഖ്യാതിയും ഇടക്കാലത്ത് കേട്ടിരുന്നു. പക്ഷേ അത് ഇതുവരെ നടപ്പായി കണ്ടല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഭേദപ്പെട്ടതെന്ന് വെച്ചാൽ അവരുടെ ഒരു പരിമിതിക്കകത്ത് നിന്ന് നോക്കുമ്പോൾ, മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. മുമ്പത്തേക്കാളിലൊക്കെ കൂടുതൽ സീറ്റുകൾ നേടി. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, അങ്ങനെ പല ചില പോക്കറ്റുകളിൽ ശക്തി തെളിയിച്ചു. അതിനു മുമ്പ് നടന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലും BJP സ്ഥാനാർത്ഥി, അതിന് രാജഗോപാലായതുകൊണ്ടാണ് 34,000 വോട്ട് പിടിച്ചു. അതൊന്നും ചെറിയ കാര്യമല്ല. അരുവിക്കര പോലെ BJPക്ക് യാതൊരു വളക്കൂറും ഇല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹം രാജഗോപാലാണെങ്കിൽ പോലും 34,000 വോട്ട് പിടിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ മോശമായി. അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ BJPക്കാർ പൊതുവെ ഒരു പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ പോരാത്തിന് വെള്ളാപ്പള്ളി നടേശൻ കൂടി വന്നിരിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയോടൊപ്പം വരുന്ന കുറേ വോട്ടുകൾ, ഇടവോട്ടുകൾ തന്നെയല്ല, മറ്റു തരത്തിലുള്ള ഇതേ കൂടെയുള്ള കുറേ സമുദായ സംഘടനകളൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടി കുറച്ച് പിന്തുണ അവർ പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ആരൊക്കെ സ്ഥാനാർത്ഥികളാവും. BJP സംബന്ധിച്ചുള്ള ഒരു സൗകര്യമുണ്ട് മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത. എന്ന് വെച്ചാൽ ഈ മത്സരിക്കാൻ സ്ഥാനമോഹികൾ താരതമ്യേന കുറവാണ്. ഇപ്പോൾ കോൺഗ്രസിലൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേതാക്കന്മാർ ഒരു പരപ്പും, സ്ഥാനങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഒരുപാട് സീറ്റുകൾ ഘടകകക്ഷികൾ കൂടും. BJP സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സൗകര്യമുണ്ട്. കാരണം സീറ്റുകൾ അനവധിയാണ്. മത്സരിക്കാൻ വേണ്ടത്ര നേതാക്കന്മാരില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ സീറ്റുകളുണ്ട്. പിന്നെ ഭാരതീയ ധർമ്മ ജനസേനയ്ക്ക് കുറച്ച് സീറ്റുകൾ മാറ്റിവെച്ചാലും കണ്ടമാന സീറ്റുകൾ. തനി പാർട്ടിക്കാർ തന്നെ വേണമെന്നില്ല, കുറച്ചുകൂടി പോപ്പുലർ അപ്പീലുള്ള ആളുകൾ.
സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം ആയ ഒരു സിനിമാ സംവിധായകനെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ചു BJP. അതുപോലെയൊക്കെ കുറച്ച് പേർക്ക് അവർ ഒരു അക്കമഡേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടുന്ന പേരുകളിൽ ഒന്നാമതായിട്ട് വരും സുരേഷ് ഗോപിയുടെ. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തോ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കൊല്ലത്തോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. BJP പണ്ട് ഇതുപോലെ സിനിമാ നടന്മാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് പാർലമെൻറ്റിലേക്ക്. ഇപ്പോൾ വഡോദര മണ്ഡലത്തിൽ പണ്ട് ദീപിക ചിക്ലിയ എന്ന് പറഞ്ഞ ഒരു നടി, ഒരു അത്ര വലിയ നടിയൊന്നും അറിയുന്നില്ല, അവർ ഈ രാമായണം സീരിയലിൽ രാമാനന്ദ സാഗറിൻ്റെ രാമായണം എന്ന് പറഞ്ഞൊരു വലിയ മെഗാ സീരിയലുണ്ട്. ആ സീരിയലിൽ സീതയായിട്ട് അഭിനയിച്ചു. അതേ സീരിയലിൽ തന്നെ രാവണനായിട്ട് അഭിനയിച്ച അരവിന്ദ് ത്രിപാഠി എന്ന് പറയുന്ന നടനെയും അവർ മത്സരിപ്പിച്ചു. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഹേമമാലിനി ഒരു MP ആണ്. അതുപോലെ മറ്റ് പല ആളുകളെയും ഈ സിനിമ നടന്മാരെ ക്രിക്കറ്റ് കളിക്കാരെയൊക്കെ BJP-ക്കാർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട്. സീറ്റുകൾ ധാരാളം ഉള്ളപ്പോൾ കൊടുക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലും സംജാതമാകുകയാണ് എന്ന് നമുക്ക് പറയാം. ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ശരിക്കും ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്തായിരിക്കും? വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ 3 നഗരമണ്ഡലങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഒന്ന് നേമം, മറ്റേത് വട്ടിയൂർക്കാവ്, മൂന്നാമത്തെ തിരുവനന്തപുരം. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ തിരുവനന്തപുരം ആയിട്ട് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം വെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത അവിടെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാർ ധാരാളമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജഗോപാലാണ് അവിടെ ലീഡ് ചെയ്തത്. അതുപോലെ വട്ടിയൂർക്കാവ് നമ്മുടെ K. മുരളീധരൻ എൻ്റെ മണ്ഡലമാണ്. അവിടെ നേമത്വമാണ്. നേമം പഴയ തിരുവനന്തപുരം ഈസ്റ്റാണ്, ഇത് നോർത്താണ്. ഇത് മൂന്നും കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും BJP-ക്കും ഏറെക്കുറെ തുല്യ ശക്തികൾ എന്ന് പറയാവുന്ന സ്ഥലങ്ങളാണ് ഈ തിരുവനന്തപുരം നോർത്തും തിരുവനന്തപുരം ഈസ്റ്റും. പണ്ട് തിരുവനന്തപുരത്തൊന്നും അങ്ങനെ RSS BJP ഒന്നും ഉണ്ടായിരുന്നില്ല. 1982 കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വലിയൊരു കലാപമുണ്ടായി. കലാപമുണ്ടായെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ നബിദിന ഘോഷയാത്രയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. എന്തോ കശപിശുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ തോക്കെടുത്ത് വെടിവെച്ചു, 2 പേരും മരിച്ചു. അതേ തുടർന്ന് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. പ്രതിഷേധമായിട്ടെന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന മലബാർ ഭാഗത്ത് തൃശ്ശൂർ തൊട്ട് വടക്കോട്ട് ഒരു ജില്ലയിലും യാതൊരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. മുസ്ലിം ലീഗുകാർ വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചു. പക്ഷേ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തിരുവിതാംകൂർ ഭാഗത്ത് വളരെയധികം പ്രകോപനപരമായ പ്രവൃത്തികൾ ഉണ്ടാവുകയും വലിയ തോതിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിക്കുക, കടകമ്പോളകൾ കത്തിക്കുക, വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തുക, അക്രമാസക്തമായി. അത് ഏറ്റവും രൂക്ഷമായത് തിരുവനന്തപുരം നഗരത്തിൽ വലിയ തോതിലുള്ള അക്രമങ്ങളുണ്ടായി. ഒരു പൂട്ടിക്കിടക്കുന്ന കടയിൽ തീയിട്ടു, അതിൻ്റെ അകത്ത് കിടന്ന ഒരാൾ വെന്തു മരിച്ചു. ചാലക്കമ്പോളത്തിൽ വലിയ തോതിൽ കൊള്ളയും കൊള്ളിവെപ്പ് നടത്തി, സാധനങ്ങളൊക്കെ ആൾക്കാർ തലച്ചോടായിട്ട് എടുത്തുകൊണ്ടുപോയി. അങ്ങനെയൊക്കെ വലിയ അക്രമങ്ങളുണ്ടായി. അതേ തുടർന്ന് ആളുകളുടെ ഇടയിൽ വലിയൊരു ഒരു സർക്കാരിനോടുള്ള ഒരു വലിയ എതിർപ്പ് ഉണ്ടായി. അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ BJP ശക്തമാകുന്നത്. ആ 82 ഡിസംബർ അവസാനമുണ്ടായ ഈ അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ്. അതിനുശേഷം 84 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 84 അവസാനം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥി ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കേരളവർമ്മ രാജ 1,14,000 വോട്ട് പിടിച്ചു. അത് അന്നത്തെ നിലയ്ക്ക് അല്ല ഇന്നത്തെ നിലയ്ക്ക് പോലും BJP സംബന്ധിച്ച് 1,14,000 വോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. വലിയ തോതിൽ BJP വോട്ട് പിടിച്ചു. കേരളവർമ്മ രാജ കുടുംബാംഗം കൂടിയായിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ നടന്ന 87 തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ഈസ്റ്റ്, തിരുവനന്തപുരം വെസ്റ്റ്, തിരുവനന്തപുരം നോർത്ത് നഗരമണ്ഡലങ്ങളിൽ BJP നല്ലപോലെ വോട്ട് പിടിച്ചു എന്നല്ല. തിരുവനന്തപുരം ഈസ്റ്റ് BJP 2ാം സ്ഥാനത്തെത്തി. K. ശങ്കരനാരായണ പിള്ളയാണ് ജയിച്ചത്. അന്ന് ഈ 2ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി മറ്റാരും വലിയ നമ്മുടെ കുമ്മനം രാജശേഖരനായിരുന്നു. കുമ്മനമായിരുന്നു അന്ന് 2ാം സ്ഥാനത്തെത്തി. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഹിന്ദുത്വ മുന്നേറ്റം നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. കോൺഗ്രസും CPM-ഉം തുല്യ നിലയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൽ ജയിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലുള്ള MLA K. മുരളീധരനാണ്. K. മുരളീധരൻ നല്ല ജനസ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നല്ല ഒരു അടിയുറപ്പിച്ച ആളാണ്. K. മുരളീധരൻ തിരുവനന്തപുരത്തുകാരനല്ലെങ്കിലും വട്ടിയൂർക്കാവിൽ 5 കൊല്ലം MLA ആയിരുന്നു. പൊതുവേ നല്ല ഒരു യശസ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം വളരെ പ്രബലനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രബലനായ സ്ഥാനാർത്ഥിയെ തന്നെ BJP-ക്കും അത് തുല്യ നിലയിൽ പ്രബലനായ ഒരാളെ CPM-നും ഇറക്കണം. കഴിഞ്ഞ അവിടെ ചെറിയാൻ ഫിലിപ്പായിരുന്നു. ചെറിയാൻ ഫിലിപ്പ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ തന്നെ മുരളീധരൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു. അത് ചെറിയാൻ ഫിലിപ്പിന് തന്നെ മനസ്സിലായി. മുരളീധരനെതിരെ വന്നപ്പോൾ മുരളീധരൻ ജയിക്കുന്നില്ല. കാരണം മുരളീധരൻ ആ രീതിയിൽ വലിയ സ്വീകാര്യത തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെയാണ് മുരളീധരൻ അവിടെ ജയിച്ചത്.
അത് തന്നെയാണ് തൊട്ടപ്പുറത്ത് മറ്റേ നിയമമണ്ഡലത്തിലും ഉണ്ടായത്. അവിടെ ചാരുപാറ രവിയായിരുന്നു UDFൻ്റെ സ്ഥാനാർത്ഥി. ചാരുപാറ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ തന്നെ മത്സരം ഇവർ തമ്മിലായി. ആര്? നമ്മുടെ ശിവൻകുട്ടിയും രാജഗോപാലും തമ്മിലായി. ചാരുപാറ വളരെ അടിയിലേക്ക് പോയി. അന്യഥാ ചാരുപാറയ്ക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ ശിവൻകുട്ടിക്ക് കിട്ടി, ശിവൻകുട്ടി ജയിക്കുകയും ചെയ്തു. അല്ലാണെങ്കിൽ രാജഗോപാൽ ജയിച്ചത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി. തിരുവനന്തപുരം വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരത്തുകാർ ആർക്ക് വോട്ട് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു സ്ഥിതി. ആരും വിചാരിച്ചില്ല ശശി തരൂർ ജയിക്കും. കാരണം യഥാർത്ഥ മത്സരം രാജഗോപാലും ബെന്നറ്റ് അബ്രഹാമും തമ്മിലായിരുന്നു. ഇവിടെ ജയിച്ചത് തരൂരായിരുന്നു എന്ന് മാത്രം. ഈ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്ന BJPയുടെ ശരിക്കും ഒരു അടവ് നയത്തിന്റെ ഭാഗമല്ലേ ശരിക്കും ഈ സ്ഥാനാർത്ഥിത്വം? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. അതെന്തുമാത്രം പൂവണിയെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം അനുകൂല സാഹചര്യം എന്ന് വെച്ചാൽ ഇവിടെ പൊതുവെ ഭരിക്കുന്ന സർക്കാരിനോട് വലിയ വിപ്രതിപത്തിയുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. UDFൻ്റെ അഴിമതി, അതുപോലെ തന്നെ കെടുകാര്യസ്ഥത, പിന്നെ സമുദായ പ്രീണനം, ഇങ്ങനെ 3 ഘടകങ്ങൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. പിന്നെ രൂക്ഷമായ വിലക്കയറ്റം. അങ്ങനെ ഭരിക്കുന്ന സർക്കാരിനോട് വലിയ വിപ്രതിപത്തിയുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ ഗുണം പോകേണ്ടത് LDFനാണ്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം പല ആശയക്കുഴപ്പങ്ങളും അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ LDFൽ CPM CPI കഴിഞ്ഞാൽ പിന്നെ പ്രബലമായ ഘടകകക്ഷികളൊന്നുമില്ല. പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ പാർട്ടി, പീതാംബരം മാഷിൻ്റെ പാർട്ടി, നമ്മുടെ സുരേന്ദ്രൻ പിള്ളയുടെ പാർട്ടി, ഇങ്ങനെയുള്ള വലിയ വലിയ പാർട്ടികളാണ്. വേറെ പാർട്ടികളൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള പോരായ്മകളുണ്ട്. അതുപോലെ തന്നെ പിണറായി ആണോ VS ആണോ എന്നൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാരായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയും ജനങ്ങൾക്ക്. പിന്നെ വളരെ കാലങ്ങളായിട്ട് LDF ഇങ്ങനെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ചെറിയ ഒരു മേൽക്കൈ കിട്ടിയത്. അപ്പോൾ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും കൂടി ഒരുമിച്ച് മുതലാക്കിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്താനാണ് BJPക്കാർ ആഗ്രഹിക്കുന്നത്. എന്തുമാത്രം നടപ്പാവുന്നത് പറയാൻ പറ്റില്ല. അത് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇത് എന്തുമാത്രം ഫലപ്രദമായി. അനുകൂല സാഹചര്യങ്ങൾ ഒന്ന്, കേന്ദ്രത്തിൽ മോഡി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പണം ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ള. അമിത്ഷാ എന്ന് പറഞ്ഞാൽ അതിശക്തനായ ഒരു ചാണക്യനാണ് പാർട്ടിയെ നയിക്കുന്നത്. അപ്പോൾ മോഡി അമിത്ഷാ കൂട്ടുകെട്ട് ഒരു ഭാഗത്ത്, പണത്തിൻ്റെ ധാരാളിത്തം. പിന്നെ അത് കൂടാതെ കുമ്മനം രാജശേഖരനെ പോലെ അതിഭയങ്കരനായ ഒരു സംഘടകനെ ഇറക്കിയിരിക്കുന്നു. കുമ്മനം വന്നപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ മാറി. പോരാത്തതിന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സമുദായ സംഘടനകളും മറുഭാഗത്ത്. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് വെള്ളാപ്പള്ളി കുമ്മനം എന്ന് വെച്ചാൽ റൊണാൾഡോ റിവാൾഡോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കോമ്പിനേഷനായിരിക്കും. അതിന് പുറമെ ഉള്ളൊരു സൗകര്യം എന്ന് വെച്ചാൽ ഈ അനുകൂല സാഹചര്യത്തിൽ നരേന്ദ്രമോദി വരുന്നു. മറ്റ് സംഗതികൾ സാമുദായിക ധ്രുവീകരണം, അതിൽ അവർ വളരെയധികം വിജയിച്ചിരിക്കുകയാണ്. നാട്ടിൽ സാമുദായിക ധ്രുവീകരണം നേരത്തെ ഉണ്ട്. അത് BJPക്കാരായിട്ട് മാത്രം തുടങ്ങിയതല്ല. 5ാം മന്ത്രി മുതൽക്ക് ഇങ്ങോട്ടുണ്ടായ ഒരു ധ്രുവീകരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു. പിന്നെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ സ്പഷ്ടമായിട്ട് കേരളത്തിലെമ്പാടും ഈ ഒരു വികാരം, പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിൽ, തിരുവിതാംകൂർ ഭാഗത്ത് അതിഭയാനകമായ രീതിയിൽ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. ആ ധ്രുവീകരണത്തെ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തിയത്. എല്ലാ പാർട്ടിക്കാരും, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ലീഗ്, കേരള കോൺഗ്രസ്, എല്ലാവരും വെള്ളാപ്പള്ളിയെ ആക്ഷേപിച്ചു, എതിർത്തു, അപലപിച്ചു. സംഘടനകളായ സംഘടനകളൊക്കെ അപലപിച്ചു. സാംസ്കാരിക നായകന്മാരെ അപലപിച്ചു. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളരെയധികം പരുഷമായിട്ട് കൈകാര്യം ചെയ്തു, കേരള കൗമുദി ഒഴിച്ച്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും വെള്ളാപ്പള്ളി ഉദ്ദേശിച്ച ഫലം കിട്ടി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇതാ വേണ്ടിയിരുന്നത്. ഒരാളെ തന്നെ എല്ലാവരും കൂടി എതിർക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനിയിപ്പോൾ കുമ്മരത്തിൻ്റെ ജാഥ തുടങ്ങാൻ പോലും അപ്പോഴും നമ്മുടെ ആളുകൾ CPIക്കാരും CPMക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാവരും കൂടി ഇയാളെ എതിർക്കും. പിന്നെ പത്രങ്ങളൊക്കെ പുള്ളി ആക്ഷേപിക്കും. അങ്ങനെ ഇത് വീണ്ടും എരുതിയിൽ ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഡിവൈഡ് ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൂടി ഉണ്ടായാൽ ഒരു വലിയ, ഇങ്ങനെയാണല്ലോ ഈ പാർട്ടികൾ വളരുന്നത്. അല്ലാണ്ട് നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. അത് കേരളം പോലത്തെ ഒരു സംസ്ഥാനം. അപ്പോൾ ആ രീതിയിലൊരു സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കിയാൽ ജയം കുറെ കൂടി എളുപ്പമാകും എന്നാണ് അവരുടെ വിശ്വാസം. അവർ ഇതുവരെ പല സംസ്ഥാനങ്ങളിലും ഇത് പയറ്റി വിജയിച്ചിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു പ്രശസ്ത നടൻ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യം കാണുന്നുണ്ടോ? അല്ല, നടന്മാർ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ സ്വാഭാവികമാണല്ലോ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നത്. രണ്ടും അഭിനയം തന്നെയാണ്. ഒന്ന്
അഭിനയമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിനയം, അതാണ് സിനിമയിലെ അഭിനയം അല്ലെങ്കിൽ നാടകത്തിലെ അഭിനയം. രാഷ്ട്രീയത്തിലെ അഭിനയം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ, അഭിനയമല്ല എന്ന് വിചാരിച്ചുകൊണ്ടുള്ള അഭിനയമാണ്, അല്ലെങ്കിൽ അഭിനയമല്ല എന്ന് ആളുകൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയമാണ് രാഷ്ട്രീയത്തിലെ അഭിനയം. രാഷ്ട്രീയത്തിലാണ് കൂടുതൽ നല്ല നടന്മാരുള്ളത്. തിലകനേക്കാളും നെടുമുടി വേണുവിനേക്കാളൊക്കെ നല്ല ക്യാരക്ടർ റോൾ അഭിനയിക്കാൻ കഴിവുള്ളവരാണ് ഉമ്മൻചാണ്ടി അതുപോലുള്ള ആളുകൾ. ഈ നേരത്തെ പറയുന്ന നസീർ അതുപോലുള്ള മറ്റുള്ളവരെല്ലാം തന്നെ ശരിക്കും ഇന്നസെന്റ് തുടങ്ങിയവരെല്ലാം മത്സര സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയിരുന്നു. ഇത് കൂടാതെ മറ്റേതെങ്കിലും മലയാളത്തിൽ നിന്നുള്ള നടന്മാർ ആരെങ്കിലും ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ? അല്ല, സിനിമാ നടന്മാരിൽ പ്രേമ നസീർ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രചാരകനായിട്ട് വന്നു എന്ന് മാത്രം. പിന്നെ സിനിമാ താരം എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന മുരളി ഒരിക്കൽ VM സുധീരനെതിരായിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചു, നടൻ മുരളി. പക്ഷെ VM സുധീരൻ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. അതല്ലാതെ പിന്നെ KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയക്കാരനായിട്ട് തന്നെയാണ് വന്നത്, അല്ലാതെ സിനിമാകാരൻ എന്നുള്ള രീതിയിലല്ല. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഓർമ്മയിൽ ഈ രാഷ്ട്രീയത്തിൽ നേരത്തെ ഒരു കൈ നോക്കിയിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ 16 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഈ കുമ്മനത്തിന്റെ നേതൃത്വത്തിലുള്ള BJP തീരുമാനിച്ചത് ശരിക്കും അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി എന്നതിന്റെ സൂചനയല്ലേ നൽകുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രകടമായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതിനുള്ള സ്പീഡ് വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺഗ്രസിനെയും CPM-നെയും അപേക്ഷിച്ച് BJPക്കുള്ള ഒരൊറ്റ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനമോഹികളുടെ തള്ളിക്കയറ്റം കുറവാണ്. അപ്പോൾ 16 സീറ്റ് അവർ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 16 സ്ഥലത്ത് അവരുടെ മൊത്തം ശ്രദ്ധയും അവരുടെ ശക്തിയും കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സാധ്യത. മറ്റു മണ്ഡലങ്ങളൊക്കെ മത്സരിക്കും, പക്ഷെ അത്ര വലിയൊരു ഓളമുണ്ടാക്കിയില്ല. പക്ഷേ ഈ തിരഞ്ഞെടുക്കുന്ന സീറ്റിൽ അതിശക്തമായ മത്സരം നടത്തുകയും കിട്ടാവുന്ന ഓരോ വോട്ടും ക്യാൻവാസ് ചെയ്യും, അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെ അതാത് സ്ഥലങ്ങളിൽ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഒരു ഇലക്ഷൻ മെഷീനറി വേറെ രീതിയിലാണ്, കോൺഗ്രസിൻ്റെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്ട്രാറ്റജി എന്താണ് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊരു ശ്രമം നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ അവരുടെ മൊത്തം മെഷീനറി, പണമുണ്ടെങ്കിലും മെഷീനറി വേണമല്ലോ, മറ്റു രീതിയിൽ പ്രവർത്തകർ സംവിധാനങ്ങൾ വീട് വീടാന്തരം കയറി, അത് പരിമിതമാണ്. അപ്പോൾ അരുവിക്കരയിൽ മത്സരിക്കുമ്പോൾ വളരെ എളുപ്പമാണ്, കാരണം കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഈ പ്രവർത്തന കൂടി അരുവിക്കരയിൽ കേന്ദ്രീകരിക്കണം. അപ്പോൾ സംവിധാനം വളരെ നന്നായിട്ട്. പക്ഷേ 140 മണ്ഡലത്തിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, കാരണം പ്രവർത്തകർ പല സ്ഥലത്തേക്കായിട്ട് ചെതറിപ്പോവും. ഈ കുമ്മനം രാജശേഖരന്റെ നേതൃത്വം ശരിക്കും ഈ RSS പരിവാർ സംഘടനകളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്താൻ BJPയെ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും. കുമ്മനം രാജശേഖരനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അതിനേക്കാളും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ പഴയ തലമുറയിൽപ്പെട്ട RSSകാരുടെ അല്ലെങ്കിൽ പഴയ ജനസംഘക്കാരുടെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. മറ്റേ വയറ്റിപ്പഴുപ്പുകാരുടെ വിഭാഗത്തിൽപ്പെട്ടല്ല. BJPയുടെ ഇപ്പോഴത്തെ ഒരു വലിയ പരാധീനത എന്താ വെച്ചാൽ ഈ നേതാക്കന്മാർ മിക്കവാറും വയറ്റിപ്പഴുപ്പുകാരാണെന്ന്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഈ ജനസംഘത്തിൽ ചേരുന്നവർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റുകയില്ല എന്ന് തികഞ്ഞ ബോധ്യത്തോട്ടാണ് വന്നിരുന്നത്. പണ്ടത്തെ നേതാക്കന്മാരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ P പരമേശ്വരൻ, O രാജഗോപാൽ, KG മാരാർ, K രാമൻപിള്ള, M ദേവകി അമ്മ, TP വിനോദിനി അമ്മ, U ദത്താത്രേയ റാവു, ഇവിടെ എറണാകുളത്ത് KG വാദ്യാർ, ഇവരൊക്കെ എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല പാർട്ടിയിൽ ചേർന്ന. അവർ ഇത് ശരിയാണ് എന്ന് ശരിയായിട്ടോ തെറ്റായിട്ടോ ധരിച്ച് അതിൽ വന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു പാർട്ടിക്ക് അങ്ങനെ എന്ത് കൊടുക്കാൻ പറ്റും എന്നാണ്, അല്ലാണ്ട് അതിൽ നിന്ന് എന്ത് ഇങ്ങോട്ട് കിട്ടും എന്ന് നോക്കിയിട്ടല്ല. പക്ഷെ ഇപ്പോൾ അതിനെ മറിച്ചാണ്, ഇപ്പോൾ വിപരീത ദിശയിലുള്ള ആളുകളാണ്. അപ്പോൾ അതിനകത്തേക്ക് പഴയ തലമുറയിൽപ്പെട്ട ഒരാൾ തിരിച്ചു വരിക. ഇദ്ദേഹം ഈ ദത്താത്രേയ റാവുവിൻ്റെ ഒന്നും പ്രായമില്ലെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് കുമ്മനം രാജശേഖരൻ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഈ നിരാശരായ ആളുകളുണ്ടല്ലോ, BJP കൊണ്ടൊരു ഗുണവുമില്ല, ഇത് RSSനും പഴയ ജനസംഘത്തിനൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ച് വിഷണ്ണരായിരിക്കുന്ന ആളുകൾ, ആ വിഭാഗക്കാരെ ഉത്തേജിപ്പിക്കാനും അവരെ കൊണ്ടുവരാൻ കഴിയും. പിന്നെ സംഘപരിവാർ മറ്റ് സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും അങ്ങനെ കാര്യമായിട്ട് BJPക്ക് വോട്ട് ചെയ്താൽ പോലും BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്യുന്നവരായിരുന്നില്ല. ആ വിഭാഗക്കാരെ കൂടി ഉത്തേജിപ്പിക്കാനും അവർ രംഗത്ത് കൊണ്ടുവരാനൊക്കെ ഇദ്ദേഹത്തിന് സാധിക്കും. ഇദ്ദേഹത്തിന് എല്ലാ ഭാഗത്തും നല്ല ബന്ധങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം BJPയിൽ ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല. BJPയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ല. എങ്കിൽ പോലും ഇവർക്ക് എല്ലാവർക്കും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കമാൻഡ് ചെയ്യാൻ കഴിയും. ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശരിക്കും ഇത്തരത്തിലുള്ള ഏകീകരണം സാധ്യമായിട്ടുണ്ടോ? മുമ്പുള്ള ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPയുടെ മൊത്തം വോട്ട് BJPക്ക് തന്നെ വീഴുകയും പിന്നെ പുറമേ നിന്ന് കുറേ വോട്ടുകൾ, നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടുകൾ BJP പിടിക്കുകയും ചെയ്യും. അത് ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത് 84 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് കേരളവർമ്മ രാജ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പ്രതിഭാസം ദൃശ്യമായി. പക്ഷേ ബാക്കി 19 മണ്ഡലത്തിലും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ കാണുന്നത് 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് 2 സ്ഥാനാർത്ഥികളും
മുസ്ലിങ്ങളായ ചില മണ്ഡലങ്ങൾ. അപ്പോൾ ഈ ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ BJP സ്ഥാനാർത്ഥി. ഇപ്പോൾ എൻ്റെ മണ്ഡലമായ ആലുവയിൽ ആകെ ഒറ്റ ഇലക്ഷൻ മാത്രമേ 10,000 വോട്ട് BJP തികച്ചു പിടിച്ചു. അത് ഈ 87 തെരഞ്ഞെടുപ്പിൽ. കഴക്കൂട്ടത്തൊക്കെ 10,000 കൂടുതൽ വോട്ട് പിടിച്ചു. മറ്റേ സ്ഥാനാർത്ഥി ലീഗായിരുന്നു, ഐക്യമുന്നണി സ്ഥാനാർത്ഥി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ നബീസ ഉമ്മാളായിരുന്നു. അങ്ങനെ നബീസ ഉമ്മാൾ ജയിച്ചു. മറ്റു വിധത്തിൽ കോൺഗ്രസിന് പോകേണ്ട കുറേ വോട്ടുകൾ BJPയിലേക്ക് വന്നുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അന്ന്. ആ ഒരു സവിശേഷ സാഹചര്യത്തിൽ മാത്രമാണ്, എപ്പോഴും പറ്റില്ല. പിന്നെ വാജ്പേയി ജയിച്ചതല്ല, വാജ്പേയി ജയിക്കുമെന്ന് വിചാരിച്ച് തോറ്റുപോയ 2004 പാർലമെൻറ്റ്. അന്ന് ഈ പറഞ്ഞ പോലെ BJPക്കാർ വലിയ തോതിൽ വോട്ട് പോയി. രാജഗോപാൽ തിരുവനന്തപുരത്ത്, പിന്നെ PC തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ചു. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. ഈ രീതിയിൽ വലിയ തോതിൽ ജനങ്ങൾ ഇത്തവണ ജയിക്കും എന്നൊരു തോന്നലുണ്ടായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ ആ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ കണ്ടവനെ വോട്ട് പിടിച്ചു. പക്ഷേ അടുത്ത തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് ഷുവെന്ന് പറഞ്ഞില്ലണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ BJPക്കാരല്ലേ വോട്ട് ചെയ്യുന്നത്. BJP ജയിച്ചേക്കും, അല്ലെങ്കിൽ BJP ഇത്തവണ ജയിക്കണം എന്നൊരു തോന്നലിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ വോട്ട് ചെയ്യാൻ. ഇപ്പോൾ കഴിഞ്ഞ നരേന്ദ്രമോദി ജയിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലൊക്കെ BJP കിട്ടിയ വോട്ട് പോകുക. അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് BJP ചവിട്ടി പിടിച്ചാലും ഒരു 40,000 വോട്ട് അല്ലെങ്കിൽ 50,000 വോട്ടിൽ കൂടുതൽ ഒരിക്കലും കിട്ടാൻ പറ്റില്ല. അത്രയൊക്കെ വോട്ടുള്ളൂ. അവിടെ ഏതാണ്ട് 99,000 വോട്ട് രാധാകൃഷ്ണൻ പിടിച്ചു. അത് രാധാകൃഷ്ണൻ്റെ മേന്മകൊണ്ടല്ല, നേരെ മറിച്ച് മൊത്തത്തിലൊരു സവിശേഷമായ രാഷ്ട്രീയ അന്തരീക്ഷം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എറണാകുളത്തുണ്ടായി. അതുപോലെ എല്ലാ സ്ഥലത്തും, പാലക്കാട്, മറ്റ് പല മണ്ഡലങ്ങളിലും ഈ രീതിയിൽ വോട്ട് കൂടി. നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.